നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയെക്കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പോകുന്നത്. ഒരു ഓർമ്മച്ചെപ്പ് എന്നാണ് കവിതയുടെ പേര്. 10-25 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു അനുഭവം മനസ്സിൽ ഏൽപ്പിച്ച പോറലുകൾ ഒരിക്കലും മായ്ച്ചാലും തേച്ചാലും മാറിപ്പോകില്ല. അത്രമാത്രം അഗാധമായ സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഒരു തുടിപ്പാണ് ഈ കവിതയ്ക്ക് ആധാരം. 10-25 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു ബന്ധു, എൻ്റെ സഹോദരി ഭർത്താവും താമസിക്കുന്ന ആറന്മുള എന്ന വിശുദ്ധ ഗ്രാമം, പമ്പയാറിൻ്റെ കരയിൽ ഏകദേശം 100 പടിക്കെട്ടുകൾ കയറി മുകളിൽ ചെല്ലുമ്പോൾ ഒരു തറവാട്. ആ തറവാടിൻ്റെ കാരണവരുടെ പത്നിയും ആ കുടുംബവുമെല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ചെറുപ്പത്തിൻ്റെ രക്തത്തിളപ്പിൽ ചേച്ചിയെ കാണാനും അളിയൻ്റെ വീട്ടിൽ പോകുവാനും അവിടെ ദിവസങ്ങൾ താമസിക്കുമ്പോഴും ഈ ബന്ധുവിൻ്റെ വീട്ടിൽ 1-2 തവണ ഞാൻ പോയിട്ടുണ്ട്. അവിടെ സുന്ദരിയും സുമുഖയുമായിട്ടുള്ള ഒരു ചെറുപ്പക്കാരി, പഠിത്തമെല്ലാം കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളും നോക്കി അങ്ങനെ അനുസ്യൂതം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ കഥയിലും കവിതയിലും മുങ്ങിത്തപ്പി നടക്കുകയായിരുന്നു. മനസ്സിൽ തോന്നിയ ഒരു തോന്നൽ, അന്ന് പമ്പയാറ് വറ്റി വരണ്ട് കിടക്കുകയാണ്. ഈ തലപ്പത്ത് നിന്നും ആ തലപ്പത്തേക്ക് അടുത്ത കരയിലേക്ക് നടന്നു പോകാം, വെള്ളം ലേശം മാത്രം. അങ്ങനെ ഈ കുട്ടിയുടെ പിതാവിനെ കാണാനായിട്ട് അദ്ദേഹം പണിയുന്ന വീട് പണികളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ പമ്പയാറിൻ്റെ വിരിമാറിലൂടെ നടന്ന് അക്കരയ്ക്ക് പോകുമ്പോൾ ഞാൻ ഈ സ്ത്രീരത്നത്തോട് ചോദിക്കുകയാണ്, എനിക്ക് തന്നെ ഇഷ്ടമാണ്, എനിക്ക് തന്നെ വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്, എന്താണ് തൻ്റെ അഭിപ്രായം? നിശബ്ദതയുടെ വിരിമാറിൽ ഒരു മനുഷ്യരില്ല, ഞാനും ആ കുട്ടിയും മാത്രം. ആ കുട്ടിക്ക് പ്രതികരണം എന്താവും എന്ന് ഞാൻ മനസ്സിൽ ചിന്തിച്ചിരുന്നു. ഒരിഷ്ടം, അത്രമാത്രം. ആ കുട്ടി എന്നോട് പറഞ്ഞ മറുപടി, രവിയണ്ണനെ എനിക്കിഷ്ടമാണ്, പക്ഷേ വിവാഹം കഴിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഉടനെ മറുചോദ്യമായി, എന്താണ് അതിന് കാരണം? അത് ഗൾഫുകാരെ കല്യാണം കഴിച്ചാൽ ഇഷ്ടം പോലെ സാരിയൊക്കെ കൊടുക്കാമല്ലോ, ഗൾഫിലൊക്കെ പോകാമല്ലോ. രവിയണ്ണൻ ഇങ്ങനെ കവിത എഴുതി നടന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? എൻ്റെ മനസ്സ് ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിക്കുകയാണ് ആ സമയത്തുണ്ടായത്. നിശബ്ദമായ പമ്പയാറിൻ്റെ വിരിമാറിലൂടെ ഞങ്ങൾ രണ്ടുപേരും ഏകദേശം 10-25 മിനിറ്റിൽ കൂടുതൽ വേണം നടന്ന് അക്കരെ എത്താൻ. ഞാനൊരു മറുചോദ്യം ഉന്നയിച്ചു, ഗൾഫുകാരൻ അവിടെ തോട്ടിപ്പണിയാണെങ്കിലോ? എന്നാലും സ്ഥലമില്ല, ധാരാളം സാരിയൊക്കെ കൊടുക്കാമല്ലോ. അതാണ് എൻ്റെ ചിന്ത എന്നെന്നോട് പറയുണ്ടായി. അത് എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയ ചലനങ്ങൾ ചെറുതൊന്നുമല്ല, വലുതാണ്. പക്ഷെ ഞാനത് മറുപടിയൊന്നും പറയാതെ ഞങ്ങൾ പമ്പയാറിൻ്റെ വിരിമാറിലൂടെ നടന്ന് അക്കരെ പോയി ഈ പെൺകുടിയുടെ അച്ഛനെ കാണുകയും സംസാരിക്കുകയും തിരികെ അതേപോലെ തന്നെ ഞാൻ ഒറ്റയ്ക്ക് മടങ്ങി വരികയും ചെയ്തു. അതിനുശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരു മസ്കറ്റുകാരൻ കല്യാണമൊക്കെ കഴിച്ച് അദ്ദേഹം മസ്കറ്റിലാണ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഈ കുട്ടിയെയും അവരുടെ 2 മക്കളെയും ആ കുടുംബത്തെയും എല്ലാം കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ അണഞ്ഞിടന്ന ആ ദീപം ചെറുതായി ഒന്ന് കത്തി ജ്വലിച്ചു.
ജീവിതമൊക്കെ എങ്ങനെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് ഒരു ഒഴുക്കിലിങ്ങനെ പോകുന്നു. എങ്കിലും ആ കണ്ണുകളിൽ സജലങ്ങളായ ആ തോന്നൽ ജീവിതത്തിൽ എവിടെയോ ഒരു നിരാശാബോധം ബാധിച്ചിട്ടില്ലേ എന്നെനിക്ക് തോന്നി. ഇതിനെല്ലാം പുറമെ ഇതിൻ്റെ അവസാനമാണ് ഭയങ്കരം. വർഷങ്ങൾ 10-30 കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. 1-2 തവണ കണ്ടിട്ടുള്ളൂ. എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാനും എൻ്റെ കുടുംബവുമായി മൂകാംബിക ദർശനം കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എൻ്റെ ഒരു പെങ്ങളുടെ മകൾ എറണാകുളത്ത് താമസിക്കുന്നുണ്ട്. വൈകുന്നേരം ഞങ്ങൾ ആ വീട്ടിലെത്തുകയും അവിടെ നിന്ന് എൻ്റെ പെങ്ങളുടെ മകളുടെ വീട് കൊച്ചിയിലാണ്. ആ വീട്ടിൽ ഇതുവരെ ഞാൻ പോയിട്ടില്ല. വർഷം 10-25 കഴിഞ്ഞിരിക്കും. ജീവിതത്തിൻ്റെ പല തിരക്കുകൾ മൂലം എന്തായാലും കൊച്ചിയിലെത്തിയതല്ലേ, അവിടുന്ന് ആ വീട്ടിലോട്ട് പോകാം എന്ന് പറഞ്ഞ് പെങ്ങളുടെ മകളെ ഫോൺ ചെയ്യുമ്പോൾ പെങ്ങളുടെ മകൾ കൊച്ചിയിലെ അസ്ട്ര മെഡിസിറ്റിയിൽ ആണ്. കാര്യം തിരക്കിയപ്പോൾ എന്നോട് പറയുകയാണ്, ഗീത മരിച്ചു, മൃതദേഹം തിരക്കിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഉള്ള ശ്രമത്തിലാണ് എന്ന് എന്നോട് പറയുകയാണ്. വിങ്ങിപ്പൊട്ടുന്നൊരു ഹൃദയം. നേരിൽ കാണണമെന്ന്, അവസാനമായി ഒന്ന് കാണണമെന്ന് അഗാധമായിട്ടുള്ള ആഗ്രഹം. എത്രയും ദൂരം മൂകാംബികയിൽ നിന്നും മണിക്കൂറുകളോളം കാറിൽ യാത്ര ചെയ്ത് എത്തിയിട്ട് ആ ക്ഷീണം ഒരു വശത്തെങ്കിലും ഓടിച്ചെന്ന് ഒരു 1-1.5 മണിക്കൂർ വേണം അവിടെ പോയി ആ ദേഹമെന്ന് കാണാൻ. കുറഞ്ഞപക്ഷം ആ മുഖമെങ്കിലും കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാണാൻ കഴിഞ്ഞില്ല. നിത്യതയിൽ ലയിച്ചു ചേർന്ന ആ ശരീരം, ആ ഓർമ്മകൾ ആകെ ജീവിതത്തിൽ 2-3 തവണയേ കണ്ടിട്ടുള്ളൂ ഞാൻ. സ്നേഹബന്ധത്തിൻ്റെ മേൽമുണ്ടൊന്നും ധരിച്ചിട്ടില്ല. ജസ്റ്റ് മനസ്സിൽ തോന്നിയ ഒരു തോന്നൽ, ഒരാഗ്രഹം. സംസാരിക്കുന്നു, തീരുന്നു, പിന്നെ ഒരിക്കൽ മാത്രം ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾക്ക് ശേഷം കാണുന്നു. അവസാനം ഞാൻ തന്നെ ഒരു നിമിത്തം പോലെ കൊച്ചിയിലെത്തുകയും ആ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വന്നതിൻ്റെ ക്ഷീണവും ഒപ്പം കുടുംബവും ഒപ്പം ഉള്ളപ്പോൾ ആ ദേഹം പോയി കാണാനുള്ള മനസ്സ് എനിക്കില്ലാണ്ടായി. കാലം പിന്നെയും ഇങ്ങനെ ഒഴുകുകയാണ്, തിമിർത്തൊഴുകുകയാണ്. അങ്ങനെ ഓരോ ജീവിതങ്ങൾ ഓരോ വഴിക്ക് നീങ്ങുന്നു. അങ്ങനെ എൻ്റെ മനസ്സിൽ ഉടലെടുത്ത ഒരു കവിതയാണ് ഓരോ ഓർമ്മച്ചപ്പ്. അതിൻ്റെ ഏതാനും വരികൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ പാടി അവതരിപ്പിക്കാം. അറിയാതെ വന്നു ഞാൻ സഖി, അകതാരുന്ന നിന്നെ ഞാൻ കണ്ടപ്പോൾ, അറിഞ്ഞുകൊണ്ടെങ്കിലും നിന്നെ അറിയാതിരിക്കാൻ നോക്കി. ഈ കവിതയുടെ തുടർഭാഗം നിങ്ങൾ കേൾക്കുമല്ലോ, കാണുമല്ലോ. ഇവിടെ ചുരുക്കട്ടെ എൻ്റെ വാക്കുകൾ. നന്ദി, നമസ്കാരം. അറിയാതെ വന്നു ഞാൻ സഖി, അറിയാതെ വന്നു ഞാൻ സഖി, അകതാരിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ, അറിഞ്ഞുകൊണ്ടെങ്കിലും നിന്നെ അറിയാതിരിക്കാൻ നോക്കി. അറിയാതെ വന്നു ഞാൻ സഖി, അകതാരിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ, അറിഞ്ഞുകൊണ്ടെങ്കിലും നിന്നെ അറിയാതിരിക്കാൻ നോക്കി. നിന്നെ ഞാൻ ഓർത്തിരുന്നു, നിന്നെ ഞാൻ പിരിഞ്ഞ നേരം, നിന്നെ ഞാൻ ഓർത്തിരുന്നു, നിന്നെ ഞാൻ പിരിഞ്ഞ നേരം. അറിയാതെ ഗൽഗലങ്ങൾ അസുഗണങ്ങളായി ഒഴിഞ്ഞു വീണു. അറിയാതെ ഗൽഗലങ്ങൾ അസുഗണങ്ങളായി ഒഴിഞ്ഞു വീണു. ഒരുമിച്ച് കഴിഞ്ഞ കാലം വരവായി എൻ മുന്നിൽ
ഒരുമിച്ച് കഴിഞ്ഞ കാലം വരവായി എൻ മുന്നിൽ. സുഖദുഃഖമേളനങ്ങൾ സമ്മോഹനങ്ങളായി, സുഖദുഃഖമേളനങ്ങൾ സമ്മോഹനങ്ങളായി. അകലുന്നീരായും ജീവിത നൗകയിൽ, അകലുന്നീരായും ജീവിത നൗകയിൽ. അകലുന്നുവോ എൻ മനം അടുക്കുന്നുവോ, അകലുന്നുവോ എൻ മനം അടുക്കുന്നുവോ. അറിയാതെ വന്നു ഞാൻ സഖി, അറിയാതെ വന്നു ഞാൻ സഖി. അകതാൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ അറിഞ്ഞുകൊണ്ടെങ്കിലും നിന്നെ അറിയാതിരിക്കാൻ നോക്കി. പറന്നു പോയൊരൻകിളി പക്ഷെ പറഞ്ഞു പതിഞ്ഞു പോയൊരു പ്രണയബന്ധുവല്ലോ ഈ ജീവിതം. പറന്നു പോയൊരൻകിളി പക്ഷേ പറഞ്ഞു പതിഞ്ഞു പോയൊരു പ്രണയബന്ധുവല്ലോ ഈ ജീവിതം. പ്രപഞ്ച സത്യമല്ലോ ഈ ജീവിതം. അറിയാതെ വന്നു ഞാൻ സഖി, അകതാൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ അറിഞ്ഞുകൊണ്ടെങ്കിലും നിന്നെ അറിയാതിരിക്കാൻ നോക്കി. നിന്നെ ഞാൻ ഓർത്തിരുന്നു, നിന്നെ ഞാൻ പിരിഞ്ഞ നേരം അറിയാതെ ഗൽഗതങ്ങൾ അസുഗണങ്ങളായി ഒഴിഞ്ഞു വീണു. ഒരുമിച്ച് കഴിഞ്ഞ കാലം മറവായൻ മുന്നിൽ, ഒരുമിച്ച് കഴിഞ്ഞ കാലം മറവായൻ മുന്നിൽ. സുഖദുഃഖമേളനങ്ങൾ സമ്മോഹനങ്ങളായി. അകലുന്നിതായൻ ജീവിത നൗകയിൽ. അകലുന്നുവോ എൻ മനം അടുക്കുന്നുവോ. നിമിഷങ്ങൾ എത്രയെത്ര, വർഷങ്ങൾ എത്രയെത്ര, കൊതി തീരുവോളം പിന്നെ പ്രണയിച്ചു തീർന്നില്ലല്ലോ. നിമിഷങ്ങൾ എത്രയെത്ര, വർഷങ്ങൾ എത്രയെത്ര, കൊതി തീരുവോളം നിന്നെ പ്രണയിച്ചു തീർന്നില്ലല്ലോ. അറിയാതെ വന്നൻ മനസ്സിൽ നീ എങ്ങനെ കൂടുകൂട്ടി, അറിയാതെ വന്നൻ മനസ്സിൽ നീ എങ്ങനെ കൂടുകൂട്ടി. അറിയാതെ വന്നു ഞാൻ സഖി, അകതാൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ അറിഞ്ഞുകൊണ്ടെങ്കിലും നിന്നെ അറിയാതിരിക്കാൻ നോക്കി. നിന്നെ ഞാൻ ഓർത്തിരുന്നു, നിന്നെ ഞാൻ പിരിഞ്ഞ നേരം അറിയാതെ ഗൽഗതങ്ങൾ അസുഗണങ്ങളായി ഒഴിഞ്ഞു വീണു. അറിയാതെ ഗൽഗതങ്ങൾ അസുഗണങ്ങളായി ഒഴിഞ്ഞു വീണു. ഒരുമിച്ച് കഴിഞ്ഞ കാലം വരവായൻ മുന്നിൽ. സുഖദുഃഖമേളനങ്ങൾ സമ്മോഹനങ്ങളായി. അകലുന്നിതായൻ ജീവിത നൗകയിൽ. അകലുന്നുവോ എൻ മനം അടുക്കുന്നുവോ, അകലുന്നുവോ എൻ മനം അടുക്കുന്നു.